നമസ്കാരം. കോർപ്പറേഷൻ ഇലക്ഷനിൽ ഭരണം പിടിച്ചെടുത്തതിന് തൊട്ടു പിന്നാലെ ബി.ജെ.പി. കൗൺസിലർ ആർ ശ്രീലേഖയും വി.കെ. പ്രശാന്ത് എം.എൽ.എയും തമ്മിലുണ്ടായ തർക്കം വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കവേ വി.കെ. പ്രശാന്ത് എം.എൽ.എ വീണ്ടും ഈ ഒരു വിഷയം കുത്തിപ്പൊക്കുകയാണ് ഉണ്ടായത്. വീണ്ടും തന്നെ വെളുപ്പിച്ച് എന്തിന് താൻ ശാസ്തമംഗലത്തെ ഓഫീസ് ശ്രീലേഖയ്ക്ക് ഒഴിഞ്ഞുകൊടുത്തു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പാർട്ടിക്കെതിരെയാണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് ബോധമില്ലാത്തതാണോ അതോ അദ്ദേഹം അത് മറന്നതാണോ എന്നൊന്നും അറിയില്ല. അദ്ദേഹം വീണ്ടും പറയുന്നത് കോർപ്പറേഷൻ പറഞ്ഞ തുക മാത്രമാണ് താൻ നൽകിയതെന്നാണ്. താൻ ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. അത്തരത്തിൽ പറയുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് 45 വർഷത്തെ ഭരണം കൊണ്ട് CPM തിരുവനന്തപുരം നഗരത്തെ നശിപ്പിച്ചുവെന്ന് ബി.ജെ.പി. പറയുന്ന ആരോപണം ശരിവെക്കുന്നതാണ്. അപവാദ പ്രചാരണങ്ങൾക്ക് നിന്നുകൊടുക്കുവാൻ തന്നെ കിട്ടില്ല എന്നാണ് പ്രശാന്ത് പറഞ്ഞു വെക്കുന്നത്. രൂപ അവിടെ നിന്ന് വാടക ഇനത്തിൽ എഴുതി വാങ്ങിയിട്ടാണ് 232 കൊടുക്കുന്നത്. ഉടനെ ഒരാള് വിവരാവകാശം കൊടുക്കും, അങ്ങനെ കൊടുക്കുമ്പോൾ കൊടുക്കുന്നില്ല. നിയമസഭാ സെക്രട്ടറി കൃത്യമായ മറുപടി കൊടുക്കും. എന്നിട്ടും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം ഇങ്ങനെ കൊണ്ടുപിടിച്ച് നടത്തുകയാണ്. ഞാനിപ്പോ ആലോചിച്ചു, ഇനി അത് നിന്നു കൊടുക്കേണ്ടതാണ്. ആ അപവാദ പ്രചരണങ്ങൾക്ക് നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ആ പ്രചരണത്തിന് വേറൊരു ലക്ഷ്യമുണ്ടല്ലോ. നമുക്ക് വികസനത്തിന് കുറ്റം പറയാനില്ല, മറ്റു കാര്യങ്ങൾക്ക് കുറ്റം പറയാനില്ല. അപ്പോ ഒരു അടി കൊടുക്കാൻ പറ്റിയ സമയം നോക്കി വ്യാജമാണെന്ന് അറിയാമെങ്കിൽ പോലും അതിൽ മുൻ MLA-മാരും കൂട്ടൊന്നും കൊടുക്കുന്നതാണ്. അവർക്കറിയാം ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ കേരളത്തിലാണ് ജനപ്രതിനിധികൾക്ക് ഏറ്റവും പ്രോത്സാഹനം. ഞാൻ പഞ്ചായത്ത് പറഞ്ഞല്ലോ, അന്ന് ആദ്യം 3500 രൂപയായിരുന്നു. 2025 ഡിസംബർ 26-ന് ആർ ശ്രീലേഖ MLA വി.കെ. പ്രശാന്തിനെ ഫോണിൽ വിളിച്ചുകൊണ്ട് ഓഫീസ് ഒഴിയുവാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇത് വിവാദങ്ങളുടെ തുടക്കമായി. സഹോദര തുല്യയായ രീതിയിൽ താൻ ഈ ആവശ്യം ഉന്നയിച്ചുവെന്ന് ശ്രീലേഖ പറഞ്ഞപ്പോൾ ഒരു കൗൺസിലർ MLA-യോട് ഓഫീസ് ഒഴിയാൻ പറയുന്നത് ജനാധിപത്യ മര്യാദയ്ക്ക് നിരക്കാത്തതാണെന്ന് MLA-യും CPM നിലപാടെടുത്തു. തുടർന്ന് മന്ത്രിമാരും പാർട്ടിയും ശ്രീലേഖയ്ക്കെതിരെ പ്രചാരണം ആരംഭിച്ചു. 2026 മാർച്ച് 31 വരെ തനിക്ക് ആ ഓഫീസിൽ തുടരുവാൻ നിയമപരമായ വാടക കരാർ ഉണ്ടെന്നും കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് നൽകാതെ ഒഴിയാൻ കഴിയില്ലെന്നുമാണ് വി.കെ. പ്രശാന്ത് വ്യക്തമാക്കിയിരുന്നത്. നിലവിലെ കൗൺസിലർ ഓഫീസിലെ അലമാരകളും ഫയലുകളും സ്ഥലമില്ലാത്തതിനാൽ ശുചിമുറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ശ്രീലേഖ ആരോപിച്ചു. തുടർന്ന് ഡിസംബർ 30-ന് MLA ഓഫീസിന് സമീപമുള്ള 75 ചതുരശ്ര അടി മാത്രം വിസ്തീർണമുള്ള ചെറിയ മുറിയിൽ, അതായത് മാലിന്യ കൂമ്പാരത്തിന് നടുവിലാണെന്ന് അവർ വിശേഷിപ്പിച്ചെടുത്ത് ഭാരതാംബയുടെ ചിത്രം വെച്ച് അവർ തന്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. തുടർന്ന് വിവാദം വീണ്ടും കൊഴുത്തു. MLA-യുടെ ഓഫീസ് അലവൻസും മറ്റും ബി.ജെ.പിയും കോൺഗ്രസും ചർച്ചയാക്കി. ആദ്യഘട്ടത്തിൽ ഗോളടിച്ച MLA-യും സംഘവും അതോടെ പ്രതിരോധത്തിലായി. വിവാദം കൊഴുക്കുകയും രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഇടയാക്കുകയും ചെയ്തതോടെ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കുവാനായി 2026 ജനുവരി 1-ന് ശാസ്തമംഗലത്തെ ഓഫീസ് ഒഴിയുകയാണെന്ന് വി.കെ. പ്രശാന്ത് MLA ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. 2026 ജനുവരി 9-ന് MLA ഓഫീസ് മരതൻകുഴിയിലേക്ക് മാറ്റി പ്രവർത്തനവും തുടങ്ങി. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുവാനും സമാധാനപരമായ പ്രവർത്തനത്തിനും വേണ്ടിയാണ് താൻ സ്വയം മാറുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. 2026 മാർച്ച് 31 വരെ തനിക്ക് ശാസ്തമംഗലത്തെ ഓഫീസിൽ തുടരുവാൻ നിയമപരമായ വാടക കരാർ ഉണ്ടെന്ന് പറഞ്ഞ വി.കെ. പ്രശാന്ത് MLA എന്തിനാണ് പിന്നെ ശാസ്തമംഗലത്തെ ഓഫീസ് ഒഴിഞ്ഞത്? ഈ ഒരു ചോദ്യം അവിടെ അവശേഷിക്കുമ്പോഴാണ് കെട്ടടങ്ങിയ വിവാദങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കുന്നത്. പ്രശാന്തിന്റെ വാക്കുകൾക്ക് CPM വലിയ വില കൽപ്പിക്കുന്നുണ്ട്. ശ്രീലേഖയുടെ സ്നേഹപൂർണമായ ആവശ്യത്തെ പ്രശാന്ത് നെഗറ്റീവ് ടോണിൽ എടുത്തത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. ബി.ജെ.പി. നഗരസഭയെ താഴെയിറക്കുവാനുള്ള നീക്കങ്ങളാണ് തുടക്കം മുതൽക്കേ തന്നെ CPM സ്വീകരിക്കുന്നത്. നഗരസഭയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുവാൻ CID സംഘത്തെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് CPM. ബാക്കിയുള്ള സമയം കൊണ്ട് നഗരസഭയുടെ പ്രവർത്തനങ്ങളെ കുട്ടിച്ചോറാക്കാനാണ് CPM നീക്കം. എന്ത് വില കൊടുത്തും ഭരണം അട്ടിമറിക്കുവാൻ ശ്രമിക്കും. ഇക്കാര്യം ബി.ജെ.പിക്കും അറിയാം. അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കി തലസ്ഥാനത്തെ ഇളക്കി മറിക്കുവാനാണ് നീക്കം. തിരുവനന്തപുരം നഗരസഭയിലെ അഴിമതിയിൽ മുൻ മേയർ ആര്യയുടെ തലയിൽ എല്ലാമായി കഴിഞ്ഞു. ഇഡിയുടെ വീട്ടിൽ നിന്നും ആര്യയ്ക്ക് ഇറങ്ങുവാൻ സമയം കിട്ടില്ല. സഖാക്കൾ വെട്ടിയതെല്ലാം കേന്ദ്ര ഫണ്ടാണ്. അതാണ് കാരണം. ഇക്കാര്യം കൂടി മനസ്സിലാക്കിയിട്ടാണ് പ്രശാന്തും അല്ലെങ്കിൽ മുമ്പേ തന്നെ ശിവൻകുട്ടിയും ബി.ജെ.പിക്കെതിരെ രംഗത്തെത്തിയത്. എന്നാൽ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വി രാജേഷും ശ്രീലേഖയും തയ്യാറായില്ല. ഇത് തന്ത്രപരമായ ഒരു നീക്കമായിരുന്നു.